പ്രിയമുള്ളവർ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുക എന്നുള്ളത് ഒരു തെറ്റാണ്. പല തീവ്ര ഇടത് ചിന്തകർ എന്ന ലേബലുള്ള ചില ആളുകൾ ഭരണ തുടർച്ച ചില ഏകാധിപത്യ പ്രവണതകളിലേക്ക് നയിക്കും എന്ന രൂപത്തിലൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില വലത് സാംസ്കാരിക പ്രവർത്തകരും സമാനമായ അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതിലെ വസ്തുതകളിലേക്ക് വന്നാൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സഖ്യം വോട്ട് ചോദിക്കുന്നത് ഒരിക്കലും തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ചില പാർട്ടികൾ തുടർച്ചയായിട്ട് ഭരണത്തിൽ ഇടപെടുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഭരണ തുടർച്ച സാധ്യമാക്കുന്നത് എന്നിടത്താണ് ഭരണ തുടർച്ചയുടെ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പം ഗുജറാത്ത് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. പ്രതിപക്ഷം എന്നുള്ള നാമമാത്രമായി മാത്രം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പം ഗുജറാത്തിലെ ഭരണ തുടർച്ച എന്നുള്ളത് ഗുജറാത്തിലെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണോ, അല്ലെങ്കിൽ ഗുജറാത്തിലെ വികസനത്തിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണോ? പൂർണ്ണമായും അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വോട്ട് ബാങ്ക് മാനിപ്പുലേഷനിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ആ മാനിപ്പുലേഷൻ സാധ്യമാകുന്നത് എങ്ങനെയാണ്? മതവൈകാരികതയെ, വംശീയതയെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ, ഒരു പർട്ടിക്കുലർ റിലീജിയൻ്റെ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഭരണകക്ഷിക്ക് അനുകൂലമായി സാധ്യമാകുന്നത്. അപ്പം അത്തരം സ്ഥലങ്ങളിൽ ഭരണ തുടർച്ച എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏകാധിപത്യപരമാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. പ്രതിപക്ഷ കക്ഷികളെയൊക്കെ ഭരണതലത്തിലോ അതിൻ്റെ ഭരണവ്യവസ്ഥയിലോ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ എതിർ ശബ്ദങ്ങൾക്ക് വേണ്ട രീതിയിൽ ജനാധിപത്യത്തിൽ വോയിസ് ഇല്ലാത്തൊരവസ്ഥ ഇത്തരം ഭരണതലത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിൽ അവസ്ഥ വ്യത്യസ്തമാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ 2 പ്രത്യേക മേഖലകൾ നമ്മൾ എടുക്കുകയാണ്. 2 മേഖലകളായി തിരിച്ചാൽ, ഒന്ന് സാമൂഹ്യക്ഷേമ മേഖലയും 2 അടിസ്ഥാന സൗകര്യ വികസന മേഖലയും. ഈ 2 മേഖലയിൽ ഏറ്റവും ഭംഗിയിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും ഭംഗിയായി പെർഫോം ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് നിലവിലുള്ളത്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ മേഖലയിലാണെങ്കിൽ ആളുകളുടെ എല്ലാ അർത്ഥത്തിലും, പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ തലത്തിലും, അതേപോലെ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ലഭ്യമാക്കുക, അതിദരിദ്രാവസ്ഥയിൽ നിന്ന് പുറത്തു കടത്തുക, അങ്ങനെ എല്ലാ തരത്തിലും സാമൂഹ്യക്ഷേമ മേഖലയിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ച ഒരു സർക്കാരാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നമുക്കറിയാം, ദേശീയപാത വികസനം മാത്രമല്ല, നമുക്ക് തീരദേശ പാതയുടെ വികസനം നടക്കുന്നുണ്ട്, മലയോര പാതയുടെ വികസനം നടക്കുന്നുണ്ട്, ഉൾനാടൻ ജലഗതാഗത പാതയുടെ വികസനം നടക്കുന്നുണ്ട്, അതേപോലെ നമ്മുടെ തുറമുഖങ്ങളുടെ വികസനം നടക്കുന്നുണ്ട്. അങ്ങനെ പല എല്ലാ മേഖലയിലും സകല ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നുണ്ട്, നമ്മുടെ ആതുരാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലും ഏറ്റവും നന്നായി, അല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും ഭംഗിയായി പെർഫോം ചെയ്ത ഒരു ഗവൺമെൻറ്റാണുള്ളത്. ആ ഭരണത്തിൻ്റെ തുടർച്ച കേരളത്തിന് അനിവാര്യമാണോ, വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യം. ആ ചോദ്യത്തിന് കേരള ജനത സത്യത്തിൽ യുക്തിഭദ്രമായിട്ട് ശരിക്കും ഉത്തരം നൽകേണ്ടതുണ്ട്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പേയുള്ള UDF സംവിധാനത്തിൻ്റെ ഭരണം നമ്മൾ അനുഭവിച്ചതാണ്. എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു ഭരണമായിരുന്നു. മാത്രമല്ല, കമ്മ്യൂണൽ റയോട്ട്സ് ഉൾപ്പെടെ മതമൈത്രിയെ ആഴത്തിൽ പരിക്കേൽപ്പിച്ച കമ്മ്യൂണൽ റയോട്ട്സ്
ഉൾപ്പെടെ സംഭാവന ചെയ്ത ഒരു ഭരണകാലഘട്ടമാണ് കാലഘട്ടം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു മാതൃകയെ ഈ ഘട്ടകാലത്ത് പുനരാവിഷ്കരിക്കുക എന്നുള്ളത് എത്രത്തോളം കരണീയമായ കാര്യം എന്നുള്ളത് മലയാളി ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു പ്രദേശത്ത് നിന്ന് വേണം നമ്മൾ ഭരണ തുടർച്ചയെ കുറിച്ചുള്ള ചർച്ചകളെ. ഈ ഭരണ തുടർച്ച എന്നുള്ളത് നമ്മുടെ വെറും സൈദ്ധാന്തിക തലത്തിൽ, ആദർശാത്മക തലത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട, സംവദിക്കപ്പെടേണ്ട ഒന്നല്ല. ആസാദ് മലയാറ്റലിനെ പോലെയുള്ള ഒരാള് അയാളുടെ ആദർശ തലത്തിലാണ് അയാൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രകടമായ അദ്ദേഹത്തിൽ മുറ്റി നിൽക്കുന്ന ഇടതുപക്ഷ വിരുദ്ധതയിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം വലിയൊരു ഇടതുപക്ഷ, പ്രത്യേകിച്ച് മുഖ്യധാര ഇടതുപക്ഷ പാർട്ടികളുടെ വിരുദ്ധനായ ഒരാളാണെന്നുള്ളത് പരമാർത്ഥമായ ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു വിരുദ്ധതയിൽ നിന്നാണ് ആസാദ് മലയാറ്റലിനെ പോലെയുള്ളവർ UDF ഭരണത്തിന് വേണ്ടി വാദിക്കുന്നത്. അതിനപ്പുറത്തെ ഒരു കാര്യം, അപ്പം കൽപ്പറ്റ നാരായണ മാഷ് എന്നുള്ളത് വലിയ വലതുപക്ഷ സാംസ്കാരിക നേതാവാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ നിന്നാണ് അവരൊക്കെ UDF ഭരണത്തിന് വേണ്ടി വാദിക്കുന്നത്. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഈ ബുദ്ധിജീവികളുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അവന്റെ ദൈനംദിന ജീവിതാനുഭവങ്ങളാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, അവന്റെ തിരഞ്ഞെടുപ്പുകളെ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇത്തരം ആളുകളുടെ ചാരുകസേര ബുദ്ധിജീവികളുടെ അഭിപ്രായങ്ങളൊന്നല്ല. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, ഭരണ തുടർച്ചയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ട 2 പോയിന്റ്, എന്തിന്റെ ഭരണ തുടർച്ചയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതായത് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭരണ തുടർച്ചയാണോ, ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭരണ തുടർച്ചയാണോ, അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭരണ തുടർച്ചയാണോ, അല്ലെങ്കിൽ വംശീയ ഭ്രാന്തിന്റെ ഭരണ തുടർച്ചയാണോ?